സുഹൃത്തുക്കളെ, അങ്ങനെ മൊറോക്കയും ഫ്രാൻസും ക്വാർട്ടർ ഫൈനലിലെത്തി. ഇന്നലെ ഫ്രാൻസിന്റെ കളി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഫ്രാൻസിന് എളുപ്പമാകില്ല, എക്സ്ട്രാ ടൈം വരെ എത്താൻ ചാൻസ് ഉണ്ട്. എങ്കിലും ഫ്രാൻസിനാണ് മുൻതൂക്കം എന്ന് പറഞ്ഞിരുന്നത്. മത്സരം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ റഫ് മത്സരം, അല്ലെങ്കിൽ പരാഗ്വേ അങ്ങനെ തന്നെയാണ്. പരാഗ്വേ നോക്കൗട്ടിക്ക് എത്തിയാൽ ഒരു ഡിഫൻസിങ് കളിയായിരിക്കും. ആ ഡിഫൻസ് കളിക്ക് എംബാപ്പ ആയാലും ഡംബെല്ലായാലും ഒലീസ് ആയാലും ഒന്നും അങ്ങനെ അടിച്ച് കയറ്റാനൊന്നും പറ്റില്ല. ആ 70-ാം മിനിറ്റിൽ പെനാൽറ്റി കിട്ടിയിട്ട് ഫ്രാൻസ് മുന്നിലേക്ക് എത്തിയിട്ട് പോലും ഒരു ഗോളും അടിക്കാൻ കഴിഞ്ഞില്ല. സംഭവം ഫ്രാൻസ് എല്ലാം കളിച്ചിട്ടുണ്ട്, പക്ഷെ അവർ ഒരു ശൈലി അങ്ങനെയാണ് പരാഗ്വേൻ്റെ. ഇന്നലെ പരാഗ്വേ സമനിലാവും അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ പല ആളുകളും പേഴ്സണലായിട്ട് തന്നെ മെസ്സേജ് അയച്ചു 3 ഗോൾ 4 ഗോൾ എന്നൊക്കെ. പക്ഷെ അതൊന്നും ഈ പരാഗ്വേറ്റ് നടക്കൂല, ചില ടീമായിട്ട് നടക്കൂല. എംബാപ്പന്റെ പെനാൽറ്റി ഇതാവാ, ഈ പെനാൽറ്റി നോക്കി, പെനാൽറ്റി ഒക്കെ പൊളി പെനാൽറ്റിയാണ്, പക്ഷെ സംശയമില്ല. പക്ഷെ കളി കഴിഞ്ഞപ്പോഴേ ഈ രണ്ട് ടീമിന്റെ പ്ലേയേഴ്സും തമ്മിൽ ഭയങ്കര കൈയൊന്നും കൊടുക്കാതെ അത് കയറി പോണ സാഹചര്യം കണ്ട്. എന്താണെന്നറിയില്ല, മുൻവൈരാഗ്യം ഉണ്ടോ അതല്ല ഈ മത്സരത്തിന്റെ റഫ് കാരണോ ഇങ്ങനെ ആയതാണെന്നറിയില്ല. പക്ഷെ അതൊന്നും ഒരു നല്ല ഒരു യോജിപ്പല്ല. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സൗഹൃദമാണ്. ആ സൗഹൃദമായ ഒരു ഫുട്ബോളിൽ കൈയൊന്നും കൊടുക്കാതെ ടീം കയറി പോകുമ്പോൾ ശരിക്കും വൈരാഗികളായ അർജന്റീനയും ബ്രസീലും തമ്മിൽ കളിച്ചാൽ പോലും കളി കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. എന്തായാലും ഫ്രാൻസ് കുറച്ച് വേർത്തിക്കണ്. ആ പെനാൽറ്റി കിട്ടിയില്ലെങ്കിൽ മത്സരം എക്സ്ട്രേക്ക് നീങ്ങും, ഒരു സംശയം വേണ്ട. പിന്നെ കാനഡ മൊറോക്കോ കളി, അത് കാനഡ എമ്മാതിരി കളിയെന്ന്. തുടക്കത്തിൽ കാനഡ അറ്റാക്കിങ് ചെയ്തിട്ട് 5-6 കോർണർ കിട്ടി, 5-4 കോർണർ കിട്ടി. അപ്പോൾ മൊറോക്കോക്ക് ഒരൊറ്റ കോർണർ ചെയ്യാം. കളി കാനഡന്റെ ആധിപത്യം, പക്ഷെ ഫിനിഷിങ് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫൊക്കെ ഫുള്ള് കാനഡ, ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല മൊറോക്കോ. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ആ ഗോൾ അടിച്ചതും. പിന്നെ മടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാനഡ കാട്ടി, അതിൽ 2 ഗോളും അടിച്ച്. ഒലായി